വരപ്രസാദനാഥേ മാതാവേ, വരദാനവാരിധേ അമ്മേ, പാരിതിൽ വലയുമി മക്കളിൽ ശാന്തിയ പരിശുദ്ധ മാതാവേ വരണേ. വരപ്രസാദനാഥേ മാതാവേ, വരദാനവാരിധേ അമ്മേ, പാരിതിൽ വലയുമി മക്കളിൽ ശാന്തിയ പരിശുദ്ധ മാതാവേ വരണേ. വരപ്രസാദനാഥേ മാതാവേ. എത്രയോ വലിയ അനുഗ്രഹമാണ് നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് പക്ഷം ചേരുന്ന, നമുക്ക് വേണ്ടി നിരന്തരം സ്വർഗസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുന്ന സ്നേഹമയിയായ ഒരു സ്വർഗീയ അമ്മ നമുക്കുണ്ട് എന്നുള്ളത്. കണ്ണൂർ രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥയായി അതിൻ്റെ ആരംഭം മുതൽ തന്നെ സ്വീകരിച്ചത് വരപ്രസാദ മാതാവിനെയാണ്. 2014 മാർച്ച് മാസം 23-ാം തീയതി കണ്ണൂർ രൂപതയുടെ അജപാലന ശുശ്രൂഷ നേതൃത്വം എന്നെ ഏൽപ്പിച്ചപ്പോൾ എനിക്കേറെ സന്തോഷവും അതോടൊപ്പം തന്നെ ആശ്വാസവും തോന്നി. ഈ രൂപതയുടെ ഇടയനായി സേവനമനുഷ്ഠിക്കുമ്പോൾ നിരന്തരം സ്വർഗസന്നിധിയിൽ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ ദൈവജനത്തെ സഹായിക്കുന്നതിന് വേണ്ടി വരപ്രസാദ നാഥ ഇതിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായി ഉണ്ടല്ലോ എന്നുള്ളതിൽ പലപ്പോഴും അതിശയമായി തോന്നിയിട്ടുണ്ട് ഈ ഒരു അമ്മയുടെ സാന്നിധ്യം. 2014 സെപ്റ്റംബർ മാസം 23-ാം തീയതി ഞാൻ റോമിൽ പുതിയ ബിഷപ്സിനു വേണ്ടിയുള്ള ഒരു പരിശീലന പരിപാടിയുടെ കഴിഞ്ഞ് ഫ്ലോറൻസിനടുത്തുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ആ ഒരു ദിവസം, പ്രത്യേകിച്ച് 23-ാം തീയതി ആയതുകൊണ്ട്, ഒരു ബിഷപ്പായി ഉത്തരവാദിത്വം ഏറ്റെടുത്തതിൻ്റെ ആ 6-ാം മാസം അന്ന് പൂർത്തിയാക്കുകയായിരുന്നു. മാത്രമല്ല എല്ലാ മാസവും ഈ 23-ാം തീയതി സാധിക്കുമെങ്കിൽ ഒരു പ്രാർത്ഥനാ ദിനമായി ഞാൻ ചിലവഴിക്കുകയും ചെയ്യുമായിരുന്നു. ആ 23-ാം തീയതി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുവാൻ പോകാമെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു വൈദികനോട് പറഞ്ഞു, എന്നെ രാവിലെ ഏതെങ്കിലും ഒരു പള്ളിയിൽ അവിടെ കൊണ്ടുപോയി ആക്കിയാൽ മതി, അതിനുശേഷം ഞാൻ അവിടെ ദിവസം മുഴുവൻ ചിലവഴിച്ചുകൊള്ളാം. അച്ഛൻ പറഞ്ഞു, ഇവിടെ അടുത്ത് മോന്തെ നേരോ, അതായത് കറുത്ത മല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ഫ്ലോറൻസിൽ നിന്ന് അധികം അകലെയല്ല, പിതാവിനെ ഞാൻ അവിടെ കൊണ്ട് ആക്കാം എന്ന് ആ അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ രാവിലെ പ്രാതൽ കഴിഞ്ഞ് അച്ഛൻ എന്നെ ഡ്രൈവ് ചെയ്ത് ഈ മോന്തെ നേരോയിലേക്ക് കൊണ്ടുപോയി. മോന്തെ നേരോ സമുദ്രനിരപ്പിൽ നിന്നും 300-350 മീറ്റർ ഉയരത്തിലുള്ള ഒരു പ്രദേശമാണ്. ഈ മലമുകളിലേക്ക് കയറുമ്പോൾ തന്നെ കാണാം തൊട്ടടുത്തുള്ള കടൽ, വിശാലമായ കടൽ. ഈ മലയുടെ മുകളിലാണ് പുരാതനമായ ഒരു ദേവാലയം. അങ്ങനെ കയറുമ്പോൾ തന്നെ കാണാം ഈ ദേവാലയത്തിൻ്റെ മുഖവാരം. ദേവാലയത്തിൽ ചെന്നു, അച്ഛനോട് യാത്ര പറഞ്ഞു, അച്ഛൻ തിരികെ പോയി. ഞാൻ ഈ ദേവാലയത്തിൻ്റെ പ്രധാന അൾത്താരയിലേക്ക് കടന്നു ചെന്നു. ബാറോക്ക് സ്റ്റൈലിൽ രൂപീകൃതമായ ഒരു ദേവാലയവും അതേപോലെ തന്നെ മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള അൾത്താരയുമാണ് ഈ ബസിലിക്കയ്ക്കുള്ളത്. ഞാൻ ഈ പ്രധാന അൾത്താരയുടെ മുൻപിൽ പോയി മുട്ടുകുത്തി നിന്നു. പരിശുദ്ധ കുർബാനയ്ക്ക് വന്ദനം ചെയ്തു, ആരാധിച്ചു. അതിനുശേഷം കണ്ണുകൾ തുറന്ന് നോക്കിയപ്പോൾ ഈ പ്രധാന അൾത്താരയുടെ ചക്രാരിയുടെ മുകളിൽ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ അതിമനോഹരമായ ഒരു രൂപമുണ്ട്. അതിൻ്റെ കീഴിൽ എഴുതിയിരിക്കുന്നത് വരപ്രസാദ നാഥ എന്നായിരുന്നു. എനിക്ക് അതിശയം തോന്നി. കണ്ണൂർ രൂപതയുടെ
സ്വർഗീയ മധ്യസ്ഥയായ വരപ്രസാദനാഥയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബസിലിക്കയാണത്. എന്തോ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ എനിക്ക് തോന്നി. വരപ്രസാദനാഥയുടെ പ്രസിദ്ധമായ ഈ തീർത്ഥാടനത്തിൽ നിരന്തരം തീർത്ഥാടകർ കടന്നു വരുന്നു. ഈ വരപ്രസാദനാഥയുടെ ഈ ബസിലിക്കയുടെ പിന്നിലുള്ള ചരിത്രം ഞാനൊന്ന് മനസ്സിലാക്കുവാൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് ഈ മോൺതെ നേരോ അഥവാ കറുത്ത മല ഒരു കാലത്ത് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും എല്ലാം ആവാസ കേന്ദ്രമായിരുന്നു, താവളമായിരുന്നു. പ്രത്യേകിച്ച് ഈ മലയുടെ തൊട്ട് താഴ്വാരത്തിലുള്ള ഈ തുറമുഖത്ത് കപ്പലെടുക്കുമ്പോൾ ഈ കൊള്ളക്കാർ ചെന്ന് ഈ കപ്പൽ കൊള്ളയടിച്ച് ലൂട്ട് ചെയ്ത് ഒരുപക്ഷെ ആ കപ്പലിലുള്ള നാവികരെ മർദ്ദിച്ച് അവശരാക്കി അവരുടെ മുതലെല്ലാം അപഹരിച്ചു കൊണ്ടുവരുമായിരുന്നു. അവർ അപഹരിച്ച് കൊണ്ടുവന്ന് താമസിക്കുന്നത് ഈ കറുത്ത മല, അതിലുള്ള വൃക്ഷനിബിഡമായ ആ വനം പ്രദേശത്തുമായിരുന്നു. അതുകൊണ്ടാണ് ഈ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ആവാസ കേന്ദ്രമായതുകൊണ്ടാണ് ഈ മലയെ മോൺതെ നേരോ, കറുത്ത മല എന്ന് വിളിക്കപ്പെട്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് 1345 മെയ് മാസം 8-ാം തീയതി ഒരു ഇടയ ബാലന് പരിശുദ്ധ കന്യകാമാതാവ് പ്രത്യക്ഷയായത്. ഈ ഇടയ ചെറുക്കൻ കാലിന് അല്പം പ്രയാസമൊക്കെ ഉണ്ടായിരുന്ന, വൈകല്യമുണ്ടായിരുന്ന ഈ മനുഷ്യൻ പരിശുദ്ധ അമ്മയുടെ ഒരു പ്രതിമ അവിടെ ഒരു ചെറിയ ഗ്രോട്ടോയിൽ സ്ഥാപിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. സാവധാനം അയാളുടെ കുടുംബാംഗങ്ങളും പിന്നീട് താഴെയുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള ഗ്രാമവാസികളും ഈ മലയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ കള്ളന്മാരുടെ ആവാസ കേന്ദ്രമായിരുന്ന, കൊള്ളക്കാരുടെ താവളമായിരുന്ന ഈ സ്ഥലം നന്മയുടെ നിറസ്രോതസ്സായി മാറി. 1380 ആയപ്പോഴേക്കും അത് പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായി. സാവധാനം അവിടെ ബെനഡിക്റ്റൈൻ വൈദികർ ഒരു ദേവാലയം സ്ഥാപിക്കുകയും അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിമനോഹരമായ ഈ ബെനഡിക്റ്റൈൻ വൈദികരുടെ ഒരു ആശ്രമവും ദേവാലയത്തോടനുബന്ധിച്ചുണ്ട്. അങ്ങനെ ഈ മോൺതെ നേരോയിൽ പോയി പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ വരപ്രസാദ മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് അനുഭവിച്ചതും ദൈവത്തിന് നന്ദി പറഞ്ഞത്. ഈ കണ്ണൂർ രൂപതയുടെ സ്വർഗീയ മധ്യസ്ഥയായ വരപ്രസാദനാഥയുടെ തുടക്കം, അല്ലെങ്കിൽ ആ ചരിത്രത്തിൻ്റെ ആരംഭം ഇവിടെയാണെന്ന് മനസ്സിലാക്കുവാനും ഇടയായത്. ഞാൻ ഒരു 9 വർഷം 1999 മുതൽ ഡൽഹിയിൽ CBCI കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ കമ്മീഷൻ ഫോർ ഹെൽത്തിൽ അതിൻ്റെ സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്നു. അങ്ങനെ ഈ ഡൽഹിയിലായിരുന്ന അവസരത്തിൽ പലപ്പോഴും ഡൽഹിയിൽ നിന്ന് അധികം ദൂരത്തല്ലാത്ത ഉത്തർപ്രദേശിലുള്ള മീററ്റിലുള്ള പ്രസിദ്ധമായ സർദാന എന്ന ഒരു സ്ഥലത്ത് ഈ വരപ്രസാദ മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ പലപ്പോഴും പോകുമായിരുന്നു. അവിടെയും എല്ലാ വർഷവും മെയ് മാസം 8-ാം തീയതിയാണ് വരപ്രസാദ മാതാവിൻ്റെ പ്രത്യേകമായ തിരുനാളും തീർത്ഥാടനവും. അവിടുത്തെ പ്രസിദ്ധമായത് ഒരു കാൽനടയായി മീററ്റിൽ നിന്ന് ആരംഭിക്കുന്ന തീർത്ഥാടനമാണ്. വൈകുന്നേരം ഭക്തജനങ്ങൾ, തീർത്ഥാടകർ മീററ്റിൽ ഒരുമിച്ച് കൂടുകയും അവിടെ നിന്ന് കിലോമീറ്ററുകളോളം നടന്ന് സർദാനയിൽ എത്തുകയും ചെയ്യുന്നു. അവർ ലേഡി ഓഫ് ഗ്രേസ്, വരപ്രസാദത്തിൻ്റെ മാതാവിൻ്റെ ഈ സന്നിധാനത്തിൽ വരും. 1957 അന്നത്തെ മീററ്റിൻ്റെ ഇടയനായിരുന്ന ബിഷപ്പ് ഇവാഞ്ചലിസ്റ്റി ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ വരപ്രസാദ മാതാവിൻ്റെ അതിസുന്ദരമായ ചിത്രം അവിടെ പ്രതിഷ്ഠിച്ചത്. അദ്ദേഹം
ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന ആ ചിത്രം പ്രത്യേകമായി ഈ ഒരു ഇന്ത്യൻ സ്റ്റൈലിലേക്ക് അല്പം മാറ്റി നീല നിറത്തിലുള്ള വസ്ത്രവും ഇന്ത്യൻ സ്ത്രീകളുടെ പോലുള്ള കമ്മലുകളും ഒക്കെ ആ വരപ്രസാദ മാതാവിൻ്റെ ഫോട്ടോയിൽ ദർശിക്കുവാനാകും. മക്കളില്ലാത്ത ദമ്പതികൾ ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ വരപ്രസാദ നാഥ അവർക്ക് ദൈവത്തിൻ്റെ വരദാനത്തിൻ്റെ അടയാളമായി കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുവെന്നും തീർത്ഥാടകർ വിശ്വസിക്കുകയും അതിൻ്റെ അനുഭവ സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. കണ്ണൂർ രൂപതയ്ക്കും ഈ വരപ്രസാദ നാഥ സ്വർഗീയ മധ്യസ്ഥയായി ലഭിച്ചതിൽ സന്തോഷിക്കുകയാണ്. എൻ്റെ ആശംസയും പ്രാർത്ഥനയും ഇതാണ്. സ്വർഗത്തിൽ നിന്ന് വരദാനങ്ങൾ നിരവധിയായി ഈ വരപ്രസാദ നാഥ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നൽകട്ടെ. എന്തൊരു വലിയ അനുഗ്രഹം തന്നെയല്ലേ. നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് പക്ഷം ചേരുന്ന, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥം വഹിക്കുന്ന ഒരു സ്നേഹമയായ അമ്മ നമുക്കുണ്ട് എന്നുള്ളത്. കുരിശിൽ യേശു പിടഞ്ഞു മരിക്കുന്നതിന് മുമ്പ് നൽകിയ അന്ത്യവചസ്സുകളിൽ ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് നമുക്ക് ഓരോരുത്തർക്കും ഒരമ്മയെ ലഭിച്ചിരിക്കുന്നത് അനുഗ്രഹമാണ്, ആശ്വാസമാണ്. ആ അമ്മയിൽ നമുക്ക് ശരണപ്പെടാം. വരപ്രസാദ നാഥ വരദാനങ്ങൾ വർഷിച്ച് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഓർത്തു പോവുകയാണ്. റോമിൽ കാനൻ നിയമം പഠിക്കുവാൻ പോയി. പഠനത്തിൻ്റെ ആദ്യ ഭാഗം ലൈസൻഷ്യേറ്റിൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്ത് തിരിച്ചു വന്നു. ആ ദിവസങ്ങളിൽ രാത്രി കുറേയധികം ലേറ്റായി ഇരുന്ന് ജോലി ചെയ്യുമായിരുന്നു. സമയത്തിന് എല്ലാം പൂർത്തിയാക്കി ഗവേഷണ പ്രബന്ധം സബ്മിറ്റ് ചെയ്യുവാൻ. അത് സബ്മിറ്റ് ചെയ്ത് തിരിച്ചു വന്ന് അന്ന് രാവിലെ മുതൽ കലശലായ തലവേദന. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ് അല്പനേരം കൂടെ വിശ്രമിച്ചു. അപ്പോഴും ഈ തലവേദന വിട്ടുമാറുന്നില്ല. വൈകുന്നേരമായപ്പോൾ പനിയായി. ആ പനി രാത്രിയിൽ വീണ്ടും കടുത്തു. ഞാൻ എൻ്റെ രൂപതയിൽ നിന്നുള്ള അച്ഛനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ എനിക്ക് കലശലായ പനി, രാത്രി വിറയലും ഒക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, നമുക്ക് രാവിലെ തന്നെ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ പോകാം. അങ്ങനെ സാക്രാക്കൂവരെ എന്ന ഒരു ക്ലിനിക്കിൽ ആ അച്ഛനോടൊപ്പം ഞാൻ പോയി. അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ചപ്പോൾ മനസ്സിലായി, ഇത് വെറും പനിയല്ല, ഇത് ചിക്കൻ ബോക്സ് ആണ്, വാരിച്ചെല്ല എന്ന് ഇറ്റാലിയൻസ് വിളിക്കുന്ന അസുഖം. സാധാരണഗതിയിൽ ഇറ്റലിയിൽ അവർ ഇത് കണക്കാക്കുക കൊച്ചുകുട്ടികൾക്കുള്ള അസുഖമാണ്. ഡോക്ടർ പറഞ്ഞു, സാരമില്ല, കൂടി വന്നാൽ ഒരു 20-25 ദിവസം ശരിയായി വിശ്രമിക്കുകയും സൂക്ഷിക്കുകയും ചെയ്താൽ അതങ്ങ് വിട്ടുമാറും, അധികം ഗൗനിക്കാനില്ല. ഞാൻ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം തന്ന അത്യാവശ്യം ചില മരുന്നും പൗഡറുമൊക്കെ വാങ്ങിച്ച് തിരികെ മറ്റേ അച്ഛനോടൊപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നു. പക്ഷേ എൻ്റെ മനസ്സിലാകെ ഉത്കണ്ഠയായി. കാരണം 20-25 ദിവസം കഴിഞ്ഞാൽ എനിക്ക് ആ വർഷത്തെ അവസാന ഒരു പരീക്ഷയ്ക്കും കൊടുക്കാനാവില്ല. കാരണം 15 ദിവസത്തിന് ശേഷം പരീക്ഷകൾ ആരംഭിക്കുകയാണ്. ആ പരീക്ഷ നടത്താതിരുന്നാൽ തുടർന്നുള്ള പഠനം ഡോക്ടറേറ്റിന് തുടരുവാൻ സാധിക്കില്ല. അത് വലിയൊരു മാനസിക ക്ലേശമായി. കാരണം ആ സമയത്തിനനുസരിച്ച് പഠനം തീർക്കാതിരുന്നാൽ സ്കോളർഷിപ്പ് നഷ്ടമാകും. അങ്ങനെ എല്ലാം അവതാളത്തിലാകും. ഞാൻ വിചാരിച്ചു, ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്, എല്ലാം ദൈവത്തിൻ്റെ നിശ്ചയമനുസരിച്ച് നടക്കട്ടെ. ഞാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രത്യേകമായി പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെ മിലാനിൽ നിന്നുള്ള, വടക്കേ ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള റേഡിയോ മരിയൻ റേഡിയോയിൽ എൻ്റെ അടുത്ത് ആകെ ആ മുറിയിൽ അന്ന് ഉണ്ടായതൊരു ട്രാൻസിസ്റ്റർ റേഡിയോ മാത്രമാണ്. അപ്പോൾ ആ റേഡിയോ ട്യൂൺ ചെയ്ത് ഈ റേഡിയോ മരിയയിൽ നിന്നുള്ള പ്രഭാതത്തിലുള്ള കൊന്ത നമസ്കാരത്തിൽ ഞാൻ കൂടുമായിരുന്നു. ഉച്ചയ്ക്ക് സ്വന്തമായി
ഞാൻ ഒരു കൊന്തെത്തിക്കും. വൈകുന്നേരം എല്ലാ ദിവസവും വാറ്റിക്കൻ റേഡിയോയിൽ നിന്നുള്ള കൊന്ത നമസ്കാരവുമുണ്ട്. അങ്ങനെ എല്ലാ ദിവസവും 3 കൊന്ത മുടക്കാതെ, സാധിക്കുമെങ്കിൽ അതിൽ കൂടുതൽ ഞാൻ ചൊല്ലി പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യത്തെ 2-3 ദിവസം തുടർച്ചയായുള്ള പനിയും അസ്വസ്ഥതയും, ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ ഈ ചിക്കൻ ബോക്സിൻ്റെ കുരു ഇങ്ങനെ പൊന്തി വന്നിരിക്കുന്നു. അസ്വസ്ഥത, പുറത്തിറങ്ങാൻ പാടില്ല, മറ്റുള്ളവരുമായി സമ്പർക്കമില്ല. 3 ദിവസം 4 ദിവസം കഴിഞ്ഞപ്പോൾ പനിയും ആ അസ്വസ്ഥതയും സാവധാനം വിട്ടുമാറി. എങ്കിലും ഞാൻ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി കൊന്ത നമസ്കാരം ചൊല്ലി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ശരീരത്തിൻ്റെ ആ പ്രയാസമെല്ലാം മാറി. കാര്യം ശരി, ആ കുരുക്കൾ അങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്, അതേസമയത്ത് തന്നെ ചിലതെല്ലാം പഴുത്തു വരുന്നുണ്ട്. പനി മാറി, തലവേദന വിട്ടുമാറി. പിന്നീടുള്ള ദിവസങ്ങളിൽ ഞാൻ ദിവസം മുഴുവൻ കിട്ടുന്ന സമയത്ത് നന്നായിരുന്നു പഠിക്കും. എല്ലാ ദിവസവും ഈ പതിവ് റേഡിയോ മരിയയും സ്വന്തമായിട്ടുള്ള ജപമാലയും വൈകുന്നേരം വാറ്റിക്കൻ റേഡിയോയിൽ നിന്നുള്ള ആ ജപമാലയോടൊപ്പം കൊന്ത നമസ്കാരം ചൊല്ലും. അങ്ങനെ ദിവസങ്ങൾ പലത് കടന്നുപോയി. 13ാമത്തെ ദിവസം എനിക്ക് തോന്നി ഇപ്പോൾ കുഴപ്പമില്ല, പരീക്ഷയ്ക്ക് വേണമെങ്കിൽ പോകാം. 14ാമത്തെ ദിവസം ഞാൻ എന്നെ തന്നെ മാനസികമായി ഒരുക്കി. 15ാമത്തെ ദിവസം ആരോടും പറയാതെ യൂണിവേഴ്സിറ്റിയിൽ പോയി പരീക്ഷ ചെയ്തു, ആദ്യത്തെ പരീക്ഷ. അപ്പോൾ ഏകദേശം എൻ്റെ പ്രയാസങ്ങളെല്ലാം വിട്ടുമാറിയിരുന്നു. അസുഖത്തിൻ്റെ അസ്വസ്ഥതയുമെല്ലാം ഒരുവിധം മാറിയിരുന്നു. ഞാൻ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ സെമിനറിയുടെ റെക്ടറിനെ ഫോണിൽ വിളിച്ചു ചോദിച്ചു, അലക്സ് ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ പോയോ? ഞാൻ പറഞ്ഞു പോയി. എന്നോട് ഇറ്റാലിയൻ ഭാഷയിൽ പറഞ്ഞത് ഐ ഫാത്തോ ഇൻ പെക്കാത്തോ മോർത്താലെ എന്നാണ്. യു ഹാവ് കമ്മിറ്റഡ് എ മോർട്ടൽ സിൻ. അതായത് അനുവാദമില്ലാതെ അസുഖമായിരുന്ന അവസരത്തിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പരീക്ഷയ്ക്ക് ചെയ്തതിന്. അപ്പോൾ ഞാൻ പറഞ്ഞു, സോറി ഫാദർ, പക്ഷേ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്തില്ലെങ്കിൽ ഈ ഒരു വർഷം എനിക്ക് നഷ്ടമാവില്ലേ? പക്ഷേ എനിക്കൊരു കുഴപ്പമില്ല. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? ഞാൻ പറഞ്ഞു, വളരെ നന്നായിട്ട് ചെയ്തു, മാതാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം നന്നായിട്ട് പോയി. സാരമില്ല, ഇനി അടുത്ത പരീക്ഷ എന്നാണ്? മറ്റന്നാൾ. ഞാൻ പറഞ്ഞു, സുഖമാണെന്ന് തോന്നുമെങ്കിൽ മാത്രം യൂണിവേഴ്സിറ്റിയിൽ പോയാൽ മതി. റെക്ടറച്ചൻ എനിക്ക് ഒരു വാണിങ്ങോടുകൂടെ എന്നോട് ഉപദേശിച്ചു. ഞാൻ പറഞ്ഞു ശരി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത പരീക്ഷയ്ക്കും പോയി. അങ്ങനെ 2 ദിവസത്തെ ഗ്യാപ്പ് വെച്ചുകൊണ്ട് 6-7 പരീക്ഷകൾ എല്ലാം ചെയ്തു. പിന്നീട് റിസൾട്ടിന് വേണ്ടി കാത്തുനിന്നു. ഈ 7 പരീക്ഷയ്ക്ക് ശേഷം 5 ദിവസത്തിന് ശേഷം ഫൈനൽ കോംപ്രിഹെൻസീവ് ഡിഫൻസും ഉണ്ടായി. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പരീക്ഷകൾ എല്ലാം കൃത്യമായി തീർക്കുവാൻ സാധിച്ചു. ഒരുപക്ഷേ ഈ ഒരു വർഷം നഷ്ടപ്പെടുമെന്നും അതോടൊപ്പം പഠനമെല്ലാം അവതാളത്തിലാകുമെന്നും ഞാൻ വ്യക്തിപരമായി ചിന്തിച്ചിരുന്നു. മാത്രമല്ല, മറ്റു പലരും സഹതാപത്തോടുകൂടെ അഭിപ്രായപ്പെട്ടതെല്ലാം വ്യത്യസ്തമായി പരീക്ഷയെല്ലാം തീർക്കുവാൻ സാധിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. ആ വർഷം ഞങ്ങളുടെ ആ ഫാക്കൽറ്റിയിൽ കാനൻ ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും നല്ല മികച്ച മാർക്ക് വാങ്ങിയ വ്യക്തി ഞാനായി മാറി. ഞാൻ ഇന്നും പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതാണ്: പരിശുദ്ധ കന്യകാമറിയത്തെ വിളിച്ചപേക്ഷിച്ചാൽ നാം നമ്മുടെ അസ്വസ്ഥതകളും ആകുല ചിന്തകളും ഉത്കണ്ഠകളും എല്ലാം മാറ്റിക്കൊണ്ട്, നമ്മുടെ കുറവുകൾ നിറവാക്കി മാറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു തരും. ആ വർഷത്തെ പരീക്ഷകൾ നന്നായി ചെയ്യുവാനും ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുവാനും സാധിച്ചത് എനിക്ക് തോന്നുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം വഴി ദൈവത്തിൽ നിന്നുള്ള കൃപാവര സമൃദ്ധി കൊണ്ടാണ്. അനുഗ്രഹത്തിൻ്റെ പുതുവീഞ്ഞ് സമൃദ്ധമായി കാനായിലെ കല്യാണ വിരുന്നിന് അവർക്ക് ലഭിച്ചത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം, സാന്നിധ്യം, ആശ്വാസത്തിൻ്റെ സാമീപ്യം അവർക്ക് അനുഭവവേദ്യമായതുകൊണ്ടാണ്. ജീവിതത്തിലെന്നും പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അമ്മയുടെ മാധ്യസ്ഥ സഹായത്താൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും തീർച്ച.
എറണാകുളത്ത് നിന്ന് തെക്കോട്ട് മാറി പനങ്ങാട് എന്ന ഒരു കൊച്ചു ദ്വീപിലാണ് ഞാൻ ജനിച്ചത്. ഈ പനങ്ങാട് നിന്ന് എറണാകുളത്ത് എത്തണമെങ്കിൽ 1.5 മണിക്കൂർ ബോട്ട് യാത്ര ചെയ്യണമായിരുന്നു. ഞാനൊരു പിഞ്ചു ബാലനായിരുന്ന അവസരം മുതൽ എല്ലാ ശനിയാഴ്ചയും പനങ്ങാട് നിന്ന് ബോട്ട് മാർഗം എറണാകുളം വരെ പോകുമായിരുന്നു. എറണാകുളത്ത് വരാപ്പുഴ അതിരൂപതയുടെ സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നിത്യസഹായ മാതാവിൻ്റെ നൊവേന അന്ന് തന്നെ വളരെ പ്രസിദ്ധമായിരുന്നു. ഈ നൊവേനയിൽ പങ്കുകൊള്ളുവാൻ വേണ്ടിയാണ് ഒരുപക്ഷെ മാതാപിതാക്കന്മാരോടൊപ്പം അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ അമ്മൂമ്മയോടൊപ്പമൊക്കെ എറണാകുളത്ത് അസീസി കത്തീഡ്രലിൽ പോയിരുന്നത്. 1956 ഈ അസീസി കത്തീഡ്രൽ നിത്യസഹായ മാതാവിൻ്റെ നൊവേന ആരംഭിക്കുന്നത്. വരാപ്പുഴ അതിരൂപതയുടെ പ്രഥമ ഏകദേശീയ മെത്രാപ്പോലിത്തയായ ആർച്ച് ബിഷപ്പ് ജോസഫ് അട്ടിപ്പേറ്റി പിതാവിൻ്റെ പ്രത്യേക പ്രകാരമാണ് അന്നത്തെ വികാരിയായിരുന്ന ജോസഫ് വൈപ്പിശ്ശേരി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ നൊവേന ആരംഭിച്ചത്. പിന്നീട് കത്തീഡ്രൽ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറി. പല സ്ഥലങ്ങളിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാൻ, ഈ നൊവേനയിൽ പങ്കുകൊള്ളുവാൻ ഭക്തജനങ്ങൾ വരുമായിരുന്നു. ഞങ്ങൾ ഈ പനങ്ങാട് നിന്ന് ബോട്ട് മാർഗം വരുമ്പോൾ 1.5 മണിക്കൂർ എറണാകുളത്തേക്കും തിരികെ 1.5 മണിക്കൂർ, ഇത്രയും ദീർഘയാത്ര ചെയ്യുവാനും ആർക്കും ഒരു മടിയില്ല. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ഈ ബോട്ട് യാത്രയിൽ ബോട്ട് പനങ്ങാട് നിന്ന് എറണാകുളത്തേക്ക് പോകും വഴി തേവര അടുത്തെത്തിയപ്പോൾ ഒരു സ്ഥലത്ത് അന്ന് ജലത്തിന് കായലിലെ ജലം വേലിയിറക്കമായിരുന്നത് കൊണ്ട് ഒരു മണൽത്തിട്ടയിൽ പോയി ഈ ബോട്ട് ഉറച്ചിരുന്നു. പിന്നെ 2-3 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വന്നു. ഞങ്ങളെല്ലാവരും ഈ ബോട്ട് മണൽത്തിട്ടയിൽ നിന്ന് സാവധാനം വെള്ളം പൊങ്ങി വീണ്ടും സഞ്ചരിക്കുവാൻ. പക്ഷെ അവിടെ ഇരിക്കുമ്പോഴെല്ലാം ഇങ്ങനെ ഉള്ളിൽ പ്രാർത്ഥിച്ചിരുന്നു, പരിശുദ്ധ അമ്മേ മാതാവേ സഹായിക്കണമേ, നിത്യസഹായ മാതാവേ അനുഗ്രഹിക്കണമേ എന്നെല്ലാം. അതെല്ലാം ആ ബാല്യകാലത്തുള്ള പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും സ്നേഹവും ഒക്കെ വളർത്തുവാൻ ഇടയായി. പിന്നീടും സെമിനാരിയിൽ ചേർന്നപ്പോഴും ഒരു വൈദികനായപ്പോഴും എല്ലാം ഈ പരിശുദ്ധ അമ്മയുടെ നിത്യസഹായ മാതാവിനോടുള്ള ആ പ്രാർത്ഥനയും മാധ്യസ്ഥ സഹായവും തുടർന്നു പോന്നു. അമ്മയിൽ ആശ്രയിക്കുന്ന വ്യക്തികൾക്ക് അമ്മയുടെ ആശ്വാസം എന്നുമുണ്ടാകും. ലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കും, പരിശുദ്ധ കന്യകാമറിയം രക്ഷകൻ്റെ മാതാവാകുവാൻ തിരഞ്ഞെടുത്തപ്പോൾ ചോദിച്ച ഒരു ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ നാം അറിയാതെ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. വളരെ പ്രത്യേകമായി വലിയ ഉത്തരവാദിത്വങ്ങളും കർത്തവ്യങ്ങളും കടമകളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം അറിയാതെ ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കണ്ണൂർ രൂപതയുടെ അതുവരെ എനിക്കധികം പരിചയമില്ലാതിരുന്ന ഒരു പ്രദേശത്ത്, അവിടെ അജപാലന ശുശ്രൂഷ നേതൃത്വത്തിൻ്റെ ദൗത്യം എന്നിലേക്ക് വന്നപ്പോൾ അറിയാതെ ഞാൻ ചോദിച്ചു, ദൈവമേ എങ്ങനെ കാര്യങ്ങൾ നടക്കും? പരിശുദ്ധ അമ്മ ചോദിച്ച അതേ ചോദ്യം. പക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് വ്യക്തമായ ഒരു ഉത്തരം വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ലഭിച്ചിരുന്നു. പരിശുദ്ധാത്മാവ് നിന്നിൽ എഴുന്നള്ളും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തിൻ്റെ ശക്തി, അവിടുത്തെ കരുത്തും അനുഗ്രഹവും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അവിടുത്തെ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനാകുമ്പോൾ, ഏതൊരു ഉത്തരവാദിത്വം വരട്ടെ, ഏതു പ്രതിസന്ധി വരട്ടെ, ഏതൊരു കാര്യം വരട്ടെ, അതെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും.
പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയ മറ്റൊരു കാര്യം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതാണ് മാതാവിന് മാലാഖയിൽ നിന്ന് ലഭിച്ച സന്ദേശം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കാര്യങ്ങൾ സമർപ്പിക്കുമ്പോൾ, ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം എന്നും ഉണ്ട് എന്നുള്ള ഉറച്ച ബോധ്യമുണ്ടാകുമ്പോൾ നമുക്കറിയാം ദൈവമെല്ലാം നടത്തിത്തരും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. മൂന്നാമത്തെ കാര്യം പരിശുദ്ധമ്മ ചെയ്യുക, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ തിരുവചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമ്പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു ജീവിതം, പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും എടുക്കേണ്ടി വരും. എങ്കിലും അവസാനം ആ ദൗത്യത്തിൻ്റെ വിജയം അനുഭവിക്കാനാകും. പരിശുദ്ധ അമ്മ ചെയ്യുക, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങേ തിരുവചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമ്പൂർണ്ണമായി സർവ്വതും ദൈവത്തിൻ്റെ പരിപാലനയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഞാനും എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാം നമ്മുടെ കഴിവും സിദ്ധിയും ഒന്നുമല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുക. ദൈവത്തിൻ്റെ അദൃശ്യമായ കരങ്ങൾ നമ്മെ താങ്ങി നടത്തണം. അവിടുത്തെ പരിപാലനയുടെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടാകണം. അമ്മയെപ്പോലെ ഞാൻ എൻ്റെ പ്രത്യേകിച്ച് വലിയ ഉത്തരവാദിത്തങ്ങൾ കടന്നു വരുമ്പോൾ ചെയ്യുക, ദൈവമേ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, ഇതാ അങ്ങയുടെ ദാസൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് ചിന്തിക്കുന്ന, പ്രയാസമെന്ന് നമ്മുടെ മുന്നിൽ ചോദ്യമായി കടന്നു വരുന്ന പല കാര്യങ്ങളുണ്ടാകും. പരിശുദ്ധ അമ്മയുടെ മാതൃക നമുക്ക് വലുതാണ്. ഒന്ന്, അത്യുന്നതൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മെ മുന്നോട്ട് നയിക്കും. രണ്ട്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. മൂന്ന്, അമ്മയെപ്പോലെ സർവ്വതും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാകണം. പരിശുദ്ധ കന്യകാമറിയം, നിത്യസഹായ മാതാവ്, നമ്മെ എന്നും മാതൃക നൽകി, മാധ്യസ്ഥം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ കൂടുതൽ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രക്ഷുബ്ധമായ അവസ്ഥയും ഉണ്ടാകുമ്പോൾ അമ്മ നമുക്ക് മാതൃകയാകട്ടെ, മാധ്യസ്ഥം നൽകി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വരപ്രസാദനാഥേ മാതാവേ, വരദാനവാരിതേ അമ്മേ, പാരിതിൽ വലയുമി മക്കളിൽ ശാന്തിയ പരിശുദ്ധ മാതാവേ വരണേ. വരപ്രസാദനാഥേ മാതാവേ, വരദാനവാരിതേ അമ്മേ, പാരിതിൽ വലയുമി മക്കളിൽ ശാന്തിയ പരിശുദ്ധ മാതാവേ വരണേ. വരപ്രസാദനാഥേ മാതാവേ. നന്മ പ്രസാദമായി നൽകി നിന്നെ നിൻ സുതൻ കുരിശിലെ ബലിയ